നമസ്കാരം. ഇന്ന് ജൂലൈ മാസം 1-ാം തീയതിയാണല്ലോ. ഈ ദിവസം മുതൽ നമ്മുടെ രാജ്യത്ത് വളരെ സുപ്രധാനമായ ഒരു മാറ്റം ക്രിമിനൽ തെളിവ് നിയമങ്ങളിൽ വന്നിരിക്കുകയാണ്. എത്ര പേർ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയില്ല. നേരത്തെ ഉണ്ടായിരുന്ന 3 നിയമങ്ങൾക്ക് പകരം പുതിയ 3 നിയമങ്ങൾ കഴിഞ്ഞ മോദി ഗവൺമെന്റ് ഏകപക്ഷീയമായി ഉണ്ടാക്കിയെടുത്ത, പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ, രാജ്യത്ത് നിയമവിദഗ്ധരുമായി ആലോചിക്കാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത 3 നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോ മറ്റോ ഇതൊന്നും വേണ്ടതുപോലെ അറിഞ്ഞ മട്ടില്ല. ഏതാണ് നിയമങ്ങൾ മാറി വന്നിട്ടുള്ളത്? നമ്മളെല്ലാവരും സാധാരണ കേട്ടിട്ടുണ്ടാവും IPC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മാറ്റിയിട്ട് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത BNS എന്ന പുതിയ നിയമം ഇന്നു മുതൽ വരികയാണ്. CRPC എല്ലാവരും കേട്ട് കാണും. ക്രിമിനൽ നടപടി നിയമ സംഹിത എന്നാണ് അതിൻ്റെ മലയാളം നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിനെ മാറ്റിയിട്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS എന്ന പുതിയ നിയമം ഇന്നു മുതൽ വരികയാണ്. അടുത്തത് ഇന്ത്യൻ തെളിവ് നിയമം, എവിഡൻസ് ആക്ട്, അതിപ്പോ മാറി ഭാരതീയ സാക്ഷ്യ അധിനയ BSA എന്നാണ്. അപ്പൊ ഇതാണ് പുതിയ 3 നിയമങ്ങൾ. നേരത്തെ ഉണ്ടായിരുന്ന നിയമങ്ങളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ. ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്നത് സംസ്കൃതത്തിലേക്ക് മാറ്റി. അപ്പൊ അതിന് പറയുന്ന ഒരു കാരണം എന്താണ്? ഞങ്ങൾ ഈ കൊളോണിയൽ കുപ്പായങ്ങൾ ഓരോന്നായി മാറ്റുകയാണ് എന്നാണ്. ഇന്ത്യയിൽ കൊളോണിയൽ ഭരണം നിലനിന്നിരുന്ന സമയത്ത് ഇവരുടെ അപ്പനപ്പൂപ്പന്മാർ എന്ത് ചെയ്തിരുന്നു എന്ന കാര്യം ഈ ഒരു വീഡിയോയുടെ വിഷയമല്ല എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. നോക്കൂ, നിങ്ങളൊരു പേര് നിലവിലുള്ളത് മാറ്റി സംസ്കൃതം പറഞ്ഞാൽ മാറ്റമായോ? യഥാർത്ഥത്തിൽ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എൻ്റെ ഈ വീഡിയോന്റെ താഴെ വന്നിട്ട് സംഘി മിത്രങ്ങൾ തെറി പറയും. മര്യാദയ്ക്ക് മലയാളം പോലും പറയാൻ അറിയാത്തവന്മാര് വന്നിട്ട് അവരാണ് സംസ്കൃതത്തിൽ എന്താണ് മാറ്റിയാൽ കുഴപ്പം, സംസ്കൃതം വേദഭാഷയല്ലേ, ദേവഭാഷയല്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ ചോദിക്കും. 24,000-ൽ താഴെ ജനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് സംസ്കൃതം അറിയുന്നവരായിട്ടുള്ളത്. ആരാണത് സംസാരിക്കുന്നത്? അത് ആരുടെ ഭാഷയാണ്? ഏത് കാലത്തെ ഭാഷയാണ്? കൊളോണിയൽ കാലത്തെ നിയമങ്ങളുടെ തിന്മകൾ, കുറവുകൾ തീർച്ചയായിട്ടും പരിഹരിക്കണം. അത് പാർലമെന്റിൽ അത്തരം നിയമങ്ങൾ അമെൻഡ് ചെയ്യണം. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആ ഒരു പേര് പറഞ്ഞ് തങ്ങളുടെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ചുളുവിൽ കടത്തുന്നതിന് വേണ്ടി പേര് മാറ്റുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പലതും അതുപോലെ നിലനിർത്തുന്നു. അതിലുണ്ടായിരുന്ന ചില നല്ല കാര്യങ്ങളെ മാറ്റി കൂടുതൽ ജനദ്രോഹകരമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. ഇതൊക്കെ എവിടെയെങ്കിലും ചർച്ച ചെയ്തോ? പാർലമെന്റിൽ ചർച്ച ചെയ്തോ? പ്രതിപക്ഷ കക്ഷികളുമായി ചർച്ച ചെയ്തോ? രാജ്യത്ത് നിയമവിദഗ്ധരില്ലേ, അവരുമായി ചർച്ച ചെയ്തോ? ഒരു ഡിബേറ്റിനുള്ള അവസരം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കണ്ടേ? ഇപ്പൊ സുപ്രീം കോടതിയിൽ ഒരു ഹർജിയുണ്ട്. ഇങ്ങനെ ഏകപക്ഷീയമായി ഇത് മാറ്റിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് നിലവിൽ നിൽക്കുകയാണ്. അതൊന്നും പരിഗണിക്കാതെ ഇന്നു മുതൽ ഈ പുതിയ നിയമം വന്നു. ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് നിയമ മേഖലയിലെല്ലാം. അതെന്താണ് ആശങ്ക? യഥാർത്ഥത്തിൽ ഒരു നിയമം നമ്മൾ നടപ്പിലാക്കുമ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടാവണ്ടേ? ആ നിയമം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണ്ടേ? അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ രജിസ്റ്റർ ചെയ്തൊരു കേസ്, FIR എന്നാ പറയാ. നമ്മളൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ FIR ഇടണം. പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് അത്. അപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. പുതിയ നിയമ സംഹിതയിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് അന്വേഷണത്തിന് സമയം കൊടുത്തിട്ടുണ്ട്. പോട്ടെ, അത് മറ്റൊരു കാര്യമാണ്. അപ്പൊ ഇന്നലെ FIR ഇട്ട ഒരു കേസിൽ നേരത്തെ ഉണ്ടായിരുന്ന നിയമങ്ങളാണ് പരിഗണിക്കുക. അത് ഇന്നു മുതൽക്കുള്ളതല്ല. ഇന്ന് രജിസ്റ്റർ ചെയ്തതിന് മാത്രമേ പുതിയ നിയമങ്ങൾ ബാധകമാവുകയുള്ളൂ. എന്ന് വെച്ചാൽ ഇന്നു മുതൽ കുറച്ചു കാലത്തേക്കെങ്കിലും നമ്മുടെ രാജ്യത്ത് പോലീസുകാരാകട്ടെ, അഭിഭാഷകരാകട്ടെ, കോടതിയുമായി ബന്ധപ്പെട്ട ജഡ്ജസ് ഉൾപ്പെടെയുള്ള ആളുകളാകട്ടെ, ഈ 2 നിയമവ്യവസ്ഥകളെ പിന്തുടരേണ്ടതുണ്ട്. അവർ രണ്ടും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോ ഇന്നലെ വരെ ഒരു കോടതിയിൽ ഒരു കേസ് ഇരിക്കുകയാണെന്നിരിക്കട്ടെ, ഇന്നലെ വരെ അതിന്റെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഇനി കുറ്റം ചുമത്താനാണുള്ളത് എങ്കിൽ ഈ ജഡ്ജ്, മജിസ്ട്രേറ്റ് ആരോ ആകട്ടെ, അവര് ഏത് നിയമപ്രകാരമാണ്
ഈ പ്രതിക്ക് കുറ്റം ചാർത്തുക, കുറ്റം ചുമത്തുക അവ്യക്തമായി തുടരുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാലോ, നമ്മുടെ നാട്ടില് 5, 10, 20, 30 വർഷങ്ങളായി തുടരുന്ന കേസുകളുണ്ട്. തീർപ്പാകാതെ കിടക്കുന്ന 6 കോടിയോളം കേസുകൾ ഇന്ത്യയിലുണ്ട്. സ്വാഭാവികമായും എത്ര കാലത്തേക്ക് ഈ 2 നിയമവ്യവസ്ഥകൾ നമ്മുടെ രാജ്യത്തിന് പിന്തുടരേണ്ടതായി വരും? അത് എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുക. അങ്ങനെ പിന്തുടരുമ്പോൾ അതിന് മതിയായിട്ടുള്ള ഒരു സൗകര്യങ്ങൾ, പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസുകാർ തുടങ്ങി മറ്റുള്ള എല്ലാവർക്കും നൽകിയിട്ടുണ്ടോ? ഇല്ല എന്നിരിക്കെ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന് ലഭ്യമാകാൻ ഇടയുള്ള നീതി നിഷേധമാകില്ലേ അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്? സംഘപരിവാറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് രാജ്യസുരക്ഷ എന്ന ഒരു ഉമ്മാക്കിയാൻ. രാജ്യസുരക്ഷ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും താല്പര്യമുണ്ട്. അത് ഇവരുടെ കുത്തകയൊന്നുമല്ല. പക്ഷേ രാജ്യസുരക്ഷ, തീവ്രവാദം, ദേശീയത, ഭീകരത തുടങ്ങിയ കാര്യങ്ങൾ ഉയർത്തിക്കാണിച്ച് തങ്ങൾക്ക് നേരെ ഉയരുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രതിഷേധങ്ങളെയും വിമർശനങ്ങളെയും ഇല്ലാതെയാക്കുക എന്നതാണ് അവരുടെ അജണ്ട. അതുകൊണ്ട് നോക്കൂ, ഇപ്പൊ മനുഷ്യാവകാശം എന്നൊക്കെ കേട്ടുകൂടാ. ഇന്ത്യയിലെ മനുഷ്യാവകാശ പ്രവർത്തകരെ, ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കെതിരായി പ്രതികരിക്കുന്ന സാധാരണ ജനങ്ങളുടെ പക്ഷം പിടിക്കുന്ന ലോകപ്രസിദ്ധരായ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാനും അടിച്ചമർത്താനും ശാരീരികമായി തന്നെ അവരെ ഭൂമിയിൽ നിന്ന് ഒഴിവാക്കാനുമുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള മോദി സർക്കാരിന്റെ സംഘപരിവാർ സംവിധാനങ്ങളുടെ മിടുക്ക് ഇൻവെർട്ടഡ് കോമയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഈ പുതിയ നിയമ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ വന്നാലോ, ഞാൻ പറഞ്ഞല്ലോ, നോക്കൂ, ഇന്ത്യ എന്ന ഈ രാഷ്ട്രത്തിന്റെ അടിസ്ഥാനം എന്താണ്? അടിത്തറ എന്താണ്? പൗരനാണ്. അതുകൊണ്ട് പൗരന് ലഭിക്കേണ്ട നീതിയാണ് ഇന്ത്യൻ നിയമ സംവിധാനങ്ങളുടെ, നിയമസംഹിതകളുടെ ഒരു റിസൾട്ടായി വരേണ്ടത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നീതി ഒരു കാര്യമാണ്, നിയമം മറ്റൊരു കാര്യമാണ്. ഇന്ത്യയുടെ ഭരണഘടനയെ ഒരൊറ്റ ആശയത്തിലേക്ക്, ഒറ്റ വാക്കിലേക്ക് പിഴിഞ്ഞെടുത്താൽ ആ വാക്ക്, ആ ആശയം നീതി എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ നിയമങ്ങൾ എന്തിനാണ്? പോലീസും കോടതിയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്തിനാണ്? ഇന്ത്യയിലെ പൗരന് നീതി ലഭ്യമാക്കാനാണ്. ഭരണകൂടം നീതിക്കെതിരായി നിന്നാൽ ആ നീതി പൗരന് ലഭ്യമാക്കാനുള്ള ചുമതലയുണ്ട് ഇന്ത്യയിലെ കോടതികൾക്ക്. ഇതാണ് ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തെ പറ്റിയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഇതിനെ ആകെ തകിടം മറിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയവും തങ്ങളുടെ പ്രത്യയശാസ്ത്രവും തിരികെ കയറ്റിയിരിക്കുകയാണ് ഈ പുതിയ നിയമമാറ്റത്തിലൂടെ സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോലീസ് സ്റ്റേഷനിൽ നിങ്ങളൊരു പരാതിയുമായി ചെന്നാൽ ഉടൻ FIR ഇടണം. ഇത് സുപ്രീം കോടതി എത്രയോ വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിലോ, നിങ്ങൾ ഒരാൾക്കെതിരായി പരാതിയുമായി ചെന്നാൽ ആ ആളൊരു നാട്ടിലൊരു പ്രമാണിയാണ്, അത്യാവശ്യം പിടിപാടൊക്കെ ഉള്ള ആളാണെങ്കിലോ FIR പോലും രജിസ്റ്റർ ചെയ്യില്ല. വിദൂര ഇന്ത്യൻ ഗ്രാമങ്ങളിലെ സാധാരണ മനുഷ്യർക്ക് നീതി നിഷേധിക്കാനേ അത് കാരണമാകൂ. ഏത്? പോലീസ് അന്വേഷിച്ച് പിന്നീട് FIR ഇട്ടാൽ മതി എന്ന് തീരുമാനിക്കുന്നതോടുകൂടി ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് ലഭ്യമാകേണ്ടുന്ന നീതി എന്ന ഒരു ആശയമുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മുടെ സംവിധാനങ്ങൾ ദൂരേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, രാജ്യദ്രോഹ കുറ്റം ചുമത്തി ആളുകളെ പീഡിപ്പിക്കരുത്. നേരത്തെ ഉണ്ടായിരുന്ന IPC-യിലെ 124A പ്രകാരമാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ. അത് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് രാജ്യദ്രോഹ കുറ്റം ചുമത്താം. സർക്കാരിനെതിരായിട്ടാണെങ്കിൽ ഇപ്പോ കഴിഞ്ഞ 10 വർഷം രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ച എത്രയധികം ആളുകൾ ഈ രാജ്യത്തുണ്ട്. അപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് അത് ചെയ്യരുത്. ഇപ്പോൾ പുതിയ നിയമത്തിൽ BNS പ്രകാരം, ഭാരതീയ ന്യായ സംഹിത, ഇതൊക്കെ ഒന്ന് പറഞ്ഞു വരാൻ തന്നെ വലിയ പാടാണ് കേട്ടോ, അത് തന്നെ പഠിക്കാൻ കുറച്ച് കാലം വരും. ആ BNS പ്രകാരം എന്താണ്? രാജ്യദ്രോഹമെന്ന പേരില്ല, പക്ഷെ അതിനേക്കാൾ കഠിനമായ വകുപ്പുകൾ ചേർത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ പോലീസിന് ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വെക്കാൻ 15 ദിവസമേ അനുവാദമുള്ളൂ. പുതിയ നിയമത്തിൽ അത് 90 ദിവസം വരെയാക്കി. സാധാരണ മനുഷ്യർക്കെതിരായി ഒരു പോലീസ് രാജ്
നടപ്പാകാനുള്ള സാധ്യത നാം ഇപ്പോൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിലെ പോലീസ് സംവിധാനങ്ങളെല്ലാം എത്രമാത്രം അപരിഷ്കൃതമാണ്. ഒരു ആധുനിക സമൂഹത്തിന് യോജിക്കാത്ത വിധത്തിൽ പലപ്പോഴും പോലീസ് പെരുമാറിയതിന്റെ എത്രയെങ്കിലും ഉദാഹരണങ്ങൾ രാജ്യത്തെമ്പാടുമില്ലേ? അത്തരമൊരു ഒരു 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 കാലത്ത് പോലീസിന്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതൽ അമിതമായ അധികാരങ്ങൾ നൽകുന്നത് സാധാരണ ജനങ്ങൾക്ക് നീതി നിഷേധിക്കുന്നതിന് തുല്യമാകില്ലേ? പുതിയ നിയമപ്രകാരം പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ എല്ലതും ഈ സംവിധാനമാകുമെന്നാണ്. എന്ന് വെച്ചാൽ FIR രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ പ്രോസിക്യൂഷൻ നടപടികൾ, അതുപോലെ തന്നെ വിധി പ്രസ്താവം എല്ലാം ഈ സംവിധാനത്തിലാണ്. എന്താണ് നമ്മളുടെ കോടതികളുടെ എല്ലാം അവസ്ഥ? ഈ രാജ്യത്ത് അതിനുവേണ്ട സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ പരാതി? നോക്കൂ, ഈ കോടതികളുണ്ടോ നമ്മുടെ നാട്ടിൽ? ഈ പ്രോസിക്യൂഷനുള്ള സംവിധാനമുണ്ടോ? ഈ ജയിലുകളുണ്ടോ? ഓട്ടെ, നമ്മുടെ നാട്ടിൻപുറത്ത് സാധാരണ കോടതികളൊക്കെ ഒന്ന് പോയി നോക്കൂ. അവിടെ ചെന്നിട്ടുള്ള ആളുകൾ അവര് കുറ്റക്കാരൊന്നുമല്ല, അവര് കുറ്റവാളികളല്ല, പ്രതികൾ മാത്രമാണ്. അവര് ഇന്ത്യയിലെ നിയമപരിരക്ഷ ലഭിക്കാൻ അർഹതയുള്ള പൗരന്മാരാണ്. അത്തരം ആളുകൾക്ക് ഇരിക്കാൻ ഒരു സീറ്റ് പോലും ഇല്ല ഈ നാട്ടിലെ ഒരുപാട് കോടതികളിൽ. വേണ്ടത്ര സംവിധാനങ്ങളില്ല. അപ്പോഴാണ് ഇന്നു മുതൽ ഈ സംവിധാനം നടപ്പിലാക്കും അങ്ങോട്ട് പറയാണ്. അത് നടപ്പിലാക്കാനുള്ള യാതൊരു നടപടിക്രമങ്ങളും ഇല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 6 കോടി കേസുകളാണ് ഇന്ത്യയിൽ കെട്ടിക്കിടക്കുന്നത്. 4-5 വർഷം മുന്നേ ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പബ്ലിക് ഫംഗ്ഷനിൽ വെച്ച് പൊട്ടിക്കരയുണ്ടായി. എന്തിനാണ് അദ്ദേഹം കരഞ്ഞത്? അദ്ദേഹം കരഞ്ഞതിന്റെ കാര്യം കേന്ദ്ര സർക്കാർ കോടതികളെ ഞെരുക്കുകയാണ്, സൗകര്യങ്ങൾ ചെയ്തു തരുന്നില്ല, ആവശ്യത്തിന് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നില്ല, അവഗണിക്കുകയാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് പൊതുവേദിയിൽ കരയേണ്ടുന്ന ഒരവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കണം. അത്തരമൊരു രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന സംവിധാനങ്ങളെ മാറ്റുമ്പോൾ അത് അതിനേക്കാൾ മികച്ചതാകണ്ടേ? ഞാനിപ്പോ ഈ വീഡിയോയിൽ ഈ നിയമങ്ങളുടെ എല്ലാ കൊള്ളരുതായ്മകളെയും പറ്റി പറയുന്നില്ല, അത് മറ്റൊരു അവസരത്തിൽ സൂചിപ്പിക്കാം. സമ്പൂർണമായ മൗനം ഭയപ്പെടുത്തുന്നത് കൊണ്ട് ഒന്ന് പറഞ്ഞു വെക്കുന്നു എന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇന്ത്യൻ തെളിവ് നിയമമല്ല, എവിഡൻസ് ആക്ട് അല്ല. നിയമവിദഗ്ധർ പറയുന്നത് നിലവിൽ തന്നെ പക്കയാണ്. നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് പേര് മാറ്റി സംസ്കൃതത്തിലേക്ക് മാറ്റേണ്ടുന്ന കാര്യം എന്താണ്? അങ്ങനെയൊക്കെ മാറ്റേണ്ട കാര്യമുണ്ടോ? അതാണോ ഭാരതവൽക്കരണം? IPC എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ ആണ്, അത് ഭാരതീയമാണ്. അതിനെ സംസ്കൃതത്തിലേക്ക് മാറ്റേണ്ടെന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിലെ കുറവുള്ള കാര്യങ്ങൾ പരിഹരിക്കാം, അത് പാർലമെന്റിൽ ചർച്ച ചെയ്യണം, ഭരണഘടനാ വിദഗ്ധരുമായി ചർച്ച ചെയ്യണം, നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്യണം. അതൊന്നും ചെയ്യാതെ നേരത്തെ തിരഞ്ഞെടുപ്പിന് മുൻപ് പാലങ്ങളും വിമാനത്താവളങ്ങളും അതുപോലെയുള്ള വൻകിട പ്രോജക്റ്റുകളും എല്ലാം തിരക്ക് പിടിച്ച് ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ വരിയായി പൊളിഞ്ഞു വീഴുന്നുണ്ടല്ലോ. കമ്പനികളിൽ നിന്ന് പണം വാങ്ങി ആ അഴിമതി പണം കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വീണ്ടും അധികാരത്തിൽ വന്ന് ഇപ്പൊ അങ്ങനെ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുക. അതിന് തുല്യമായ തരത്തിൽ എവിടെയും ചർച്ച ചെയ്യാതെ കൊണ്ടാട്ടം വറുത്തെടുക്കുന്നത് പോലെ 2ാം മോദി സർക്കാർ ചുട്ടെടുത്ത ഈ നിയമങ്ങൾ എത്രമാത്രം ഭരണഘടനാ വിരുദ്ധമാണ്, എത്രമാത്രം ഇന്ത്യയിലെ സാമാന്യ ജനങ്ങളുടെ നീതി നിഷേധിക്കുന്നതാണ് എന്നതിനെ സംബന്ധിച്ച വലിയ ക്യാമ്പയിൻ ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ ജനാധിപത്യവാദികളായ മുഴുവൻ മനുഷ്യരും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് മാത്രമേ ഇപ്പോൾ സൂചിപ്പിക്കുന്നുള്ളൂ.